ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വല്ലപ്പോഴും ഷോർട്സ് ഒക്കെ ചെയ്യാറുള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കുംഭമേളയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് പ്രയാഗ്രാജിൽ. അപ്പം ഞാനും ഉണ്ട്, ജൻഷേട്ടനും ഉണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ബസ്സിലാണ് പോയത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് അത് കൺഫേം ആയില്ല. പിന്നെ ബസ് ബുക്ക് ചെയ്തു, അങ്ങനെ പോയി. ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം 6:45 ബസ് വന്നപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പം ബസ് അങ്ങ് എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ വഴിയിലൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് ആ സമയത്ത് എത്താൻ സാധ്യത കുറവാണ്. നമ്മൾ വിചാരിച്ചിരുന്ന പോലെ തന്നെ ബസ് 5:30 എത്തിയില്ല. ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സമയം 6 മണി കഴിഞ്ഞു. 6:30 6:45 അങ്ങാണ്ടായി. പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ഞാൻ തണുപ്പായതുകൊണ്ട് സ്വെറ്ററൊക്കെ എടുത്തിട്ടു. ഇപ്പോൾ രണ്ട് സൈഡിലും നിറയെ കടുക് കടുക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ദിൽവാല ദുൽഹനിയ ലേ ലജ്ജായെങ്കിൽ ആ പാട്ടിൽ സീനിലൊക്കെയുള്ള കടുക് പൂത്ത് നിൽക്കുന്ന പാടത്തിൻ്റെ രംഗമൊക്കെ അല്ലേ, അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ബസ് ഫ്രഷ് ആവാൻ വേണ്ടി ഞങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയുടെ അവിടെ നിർത്തി. അപ്പോൾ ഇതുപോലെ വേറെയും ബസ്സുകൾ ഒരുപാട് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ബസ് ഇങ്ങനെ നമ്മുടെ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല, നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഷർഷാ സൂരി നിർമ്മിച്ച, അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയത് നീളമുള്ളതുമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. ഒരുപാട് കടുക് പാടങ്ങളും പിന്നെ സൈഡിലൊക്കെ നമ്മുടെ ചുടുകട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഗംഗാ നദിയാണ് സൈഡിൽ കാണുന്നത്. ഗംഗാ നദിയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സൈഡിൽ കാണുന്ന ഗംഗാ നദിയാണ് എന്നൊക്കെ. വളരെ രസകരമായൊരു യാത്രയായിരുന്നു. പക്ഷേ അങ്ങ് എത്താൻ ഉള്ള താമസം കൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബസ് അങ്ങ് എപ്പോഴെത്തും എന്നുള്ളത് കാര്യത്ത് കൊണ്ടേ. അപ്പോൾ ഒരു 8:30 9 ആകുമ്പം എത്തും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് തിരക്കാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. രാവിലെയൊക്കെ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. ഞങ്ങളുടെ ട്രെയിനായിരുന്നെങ്കിൽ 3:15 വെളുപ്പാങ്കാലത്ത് 3:15 അങ്ങ് എത്തുമായിരുന്നു. ഇപ്പോൾ ബസ് ഇതായതുകൊണ്ടാണ് ഇപ്പോൾ എത്തും എന്ന് അറിയത്തില്ല. അപ്പോൾ ബസ് എത്തിയപ്പോൾ ഏകദേശം 9 മണിയായി. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ബസ്സുകൾ, സ്റ്റാൻഡായിട്ടില്ല, ബസ്സുകൾ ഒരുപാട് നിർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് നടക്കാൻ. ഒരുപാട് റിക്ഷകളും കാറുകളും ബൈക്കുകളുണ്ട്. ബൈക്കിൽ കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ബൈക്കാവുമ്പോൾ കുറേ കൂടെ ദൂരം കൂടെ മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുവരും. റിക്ഷയൊക്കെ ആകുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പോലീസ് റിക്ഷ കടത്തി വിടത്തില്ല. ഇന്ന് പക്ഷേ കുറച്ച് തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിക്ഷയിലാണ് വന്നത്. റിക്ഷയിൽ ഇറങ്ങി പിന്നെ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. നടന്നാണ് ഇങ്ങ് എത്തിയത്. ഒത്തിരി ദൂരം, ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. നടന്ന് ഇങ്ങെത്തി, വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇത് കഴിഞ്ഞ് സ്വാമിജിയുടെ ഞാൻ കുറിയൊക്കെ ഒപ്പിച്ചു. ജൻഷേട്ടനെ അടിച്ചപ്പോൾ ജൻഷേട്ടൻ്റെ എല്ലാം താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പം വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടുണ്ട് നെറ്റിലൊക്കെ ഇങ്ങനെ കുറി ഇടുന്നത്. അങ്ങനെ ഞാനും പോയി കുറിയൊക്കെ ഇട്ട് പിന്നെ തിരിച്ചു വന്ന വഴിക്ക് അവിടെ ഒരുപാട് ആശ്രമങ്ങളുണ്ട് റെസ്റ്റ് എടുക്കാനൊക്കെ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ നമ്മുടെ കേരളത്തിലെ വൃത്തിയൊന്നും ആരും അവിടെ നിന്നും പ്രതീക്ഷിക്കരുത്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി വൈകുന്നേരമാണ് ബസ്. അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോവുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.